ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വെള്ളിയാഴ്ചയാണ് ഖത്തറിൽ പുറത്തൊക്കെ ഒന്ന് പോകാറ്, അതായത് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഖത്തറിലെ കത്താറ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ അങ്ങോട്ട് പോണീന് മുന്നായിട്ട് ഞാൻ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നഗറ്റ്സൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഫുഡ് ആക്കിയിട്ട് പോകണം എന്നുള്ളത്. എന്നിട്ട് അവിടെ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ഭംഗിയല്ലേ. പക്ഷെ അങ്ങനെ കയ്യിൽ കരുതാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ആക്കി പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്കൊന്നും അത് വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നഗറ്റ്സൊക്കെ ഫ്രൈ ആക്കി എടുത്തു. പിന്നെ അതേപോലെ കുറച്ച് നട്ട്സും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം കെട്ടിപ്പൂട്ടി ബാഗിലാക്കി ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒന്നും കയ്യിൽ കരുതാറില്ല കേട്ടോ, വെറും കൈയോടെ പോവും. പിന്നെ അവിടെ കാണുന്ന കടകളിൽ മൊത്തം കയറി ഇറങ്ങി കഴിച്ച് നടക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ആക്കി വന്ന് ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ കഴിക്കണതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ അമ്മക്കും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആക്കി വന്നിട്ട് ഇതുപോലെ ഇരുന്ന് കഴിക്കണം എന്നുള്ളത്. പക്ഷെ മക്കൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അവർ പറയും എപ്പോഴും ഉമ്മച്ചിൻ്റെ ഫുഡ് തന്നെയല്ലേ കഴിക്കണത്, പുറത്ത് പോകുമ്പോഴല്ല അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ എന്താണെങ്കിലും നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് തപ്പി പോകണമെന്നൊന്നുമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഖത്തർ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു രാജ്യമല്ലേ, നമ്മളെ മലപ്പുറം ജില്ലനോടുള്ളൂ എന്നാണ് ഹിക്ക പറഞ്ഞത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ കത്താറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളവിടെ കത്താറ നോർത്ത് ഹിൽസിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ടൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കത്താറ നോർത്ത് ഹിൽസ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ. മൊത്തത്തിൽ പച്ചപ്പും മരങ്ങളും പുൽത്തകിടൊക്കെ ആയിട്ട്. ആ കാണുന്ന കൂട്ടിനകത്തൊരു പക്ഷി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്ന് പുറത്ത് കിടക്കാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അനു സോനു അവിടെ നിന്ന് കാര്യമായിട്ട് അതിനെ പുറത്തിറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നൈഷുകുട്ടി പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി കേട്ടോ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കൽ. ഓൾക്ക് ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ കഴിക്കേണ്ടി വരും. അങ്ങനെ എന്താണെങ്കിലും നൈഷുകുട്ടിക്ക് ഒരു ഫ്രൂട്ടിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കി. അനുക്കുട്ടി പിന്നെ പുൽത്തകിട് കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ. ഇവിടെ വന്നപ്പം തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയും ചുറ്റുപാടും. നമ്മൾ ഈ നാട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്കും വയനാട്ടിലേക്കും ഒക്കെ ടൂർ പോകില്ലേ, അവിടെയൊക്കെ പോയ പോലെ ഒരു ഫീല്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാ ഇതൊരു കുഞ്ഞിൻപുറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാനുണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇതാ ഈ അരുവി. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല, ഇതിവിടെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ അരുവിയുടെ എൻഡാണിത്. ഇത് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ഒഴുകി വരുന്നത്. ആ ഒഴുകി വരുന്നതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ചെറിയ അരുവിയും തോടുകളൊക്കെ അല്ലേ, അന്ന പോലെ ഇവിടെ മാൻമെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് വല്ലാത്തൊരു വൈബാണ് ഇവിടെ. നമ്മുടെ നാടിൻ്റെ ഒക്കെ ആ ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളതാണെന്ന് തോന്നും. നൈഷുകുട്ടിനെ മനുവിനെയൊക്കെ ഒരു വിധമാണ് കേട്ടോ അവിടെ അടക്കി നിർത്തിയത്. അവർക്ക് ആ വെള്ളം കണ്ടപ്പോൾ പാവാട കോരി വെച്ചിട്ട് അതിൽ ചാടി കളിക്കാനാണ് ആഗ്രഹം. പിന്നെ മാറിയെടുക്കാനും ഞാൻ ഡ്രസ്സൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവർ ആ വെള്ളത്തിൽ കൂടെ കളിക്കേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാറൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ വെഴുതി വീഴണില്ല കേട്ടോ. ഭയങ്കര ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ വെള്ളത്തിൽ പാറയിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴുക്കി പോവില്ലേ, പക്ഷേ ഇതങ്ങനെയല്ല. ഭയങ്കര ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും അതിൽ കൂടെ നല്ലപോലെ നടന്നു പോകാൻ പറ്റുന്നുണ്ട്. സാധാരണ
പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാറ് സോനുയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവന് പല വീഡിയോസിലും ഫോട്ടോസിലും ഒന്നും പെടാതെ പോണത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ട്രൈപ്പോഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പുറത്ത് പോയാൽ അവിടുന്ന് ഈ ട്രൈപ്പോഡിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ് കേട്ടോ. കാരണം ആളുകൾ നമ്മളെ ശ്രദ്ധിക്കൂലേ, ഇവരെന്താ ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ആരാന്നുള്ളൊരു തോന്നൽ വന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ട്രൈപ്പോഡൊന്നും കയ്യിൽ കരുതാറില്ല. പക്ഷേ വീഡിയോ എടുത്ത് തന്നിട്ട് സോനു ഒരു ഭാഗത്താവും, സോനു ഞാനും കൂടെ ലാസ്റ്റ് അടിയാവലാണ് കേട്ടോ. അവന് വീഡിയോ എടുത്തും കഴിഞ്ഞും എനിക്കാണെങ്കിൽ എത്ര എടുത്താലും കൂടി റാഹത്താവില്ല കേട്ടോ. വീണ്ടും വീണ്ടും എടുപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്താണെങ്കിലും ഇവിടുന്ന് കുറേ എനിക്ക് എന്താ പറയുക വിചാരിച്ച പോലെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിനി എന്നാണ് നാട്ടിലോട്ട് തിരിച്ചു പോകാന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ മാസം ലാസ്റ്റ്, അതായത് മെയ് 30-നാണ് കേട്ടോ നമ്മൾ ഇനി നാട്ടിലോട്ട് തിരിച്ചു പോണത്. ഇവിടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോൾ സമയം പോണതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾക്കാണെങ്കിൽ അതിൽ നിന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. അതിലിങ്ങനെ കളിക്കാനൊരു പ്രത്യേക രസം. പിന്നെ അതാ സോനുട്ടിയും ഉപ്പച്ചും ഷൂ നനക്കാണ്ടിരിക്കാൻ അതിൻ്റെ കരയത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു രണ്ടാളും ഷൂ അഴിക്കാണ്ട് നടക്കുകയാണ്. ഞങ്ങൾ പിന്നെ കൂളായിട്ട് ആ പാറിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതാ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലും ഇവിടെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പക്ഷെ ആ അരുവിയുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ പകൽ തന്നെ വരണം. രാത്രിയിൽ ഈ ചുറ്റിനും കാണാൻ ലൈറ്റ്സൊക്കെ ആയിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതൊരു ഹിൽ ടോപ്പാണല്ലോ, അപ്പോൾ ആ ഒരു ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള ബിൽഡിങ്ങൊക്കെ നന്നായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും മക്കൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ അതാ നമ്മൾ ഒരു ഭാഗത്ത് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് താഴേക്ക് കാണാൻ എന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അനുക്കുട്ടി നൈഷും പിന്നെ ആ മുകളിൽ നിന്ന് പുൽത്തകിടയാണല്ലോ, ആയിക്കൂടെ അങ്ങനെ ഉരുണ്ട് താഴേക്ക് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പേടിയില്ല ഒന്നിനും, ഓടി ആയിക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു. നഗറ്റ്സൊക്കെ പിന്നെ മക്കൾക്കും ഇഷ്ടമായതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു കേട്ടോ. അവരതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ കണ്ട ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ പോകാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കയ്യിൽ കരുതി വന്ന് ഇങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹിൽ ടോപ്പിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഈ താഴ്ഭാഗത്തും കുറേ കാണാനുണ്ട്. ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് ഫാൽക്കൻ്റെ തുപ്പിയുടെ ആ ഒരു ഷേപ്പിലൊക്കെ. പിന്നെ അതിൻ്റെ മുന്നേ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, റെഡ് കളറിൽ മറ്റേ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ. അതിൽ പോകുമ്പോൾ കയറണം എന്നൊക്കെ സോനു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം. പിന്നെ അതാ ഇനിയിപ്പോൾ ഇത് ഒരു സ്ട്രീറ്റാണ് കേട്ടോ, അതായത് എന്താ ടേസ്റ്റി സ്ട്രീറ്റ്. ഇവിടെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യത്തെ വെക്കേഷൻ എന്താണെങ്കിലും മക്കൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടെ ഉപ്പച്ചിൻ്റെ കൂടെ ഖത്തറിലാവുക കാരണം സാധാരണ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഖത്തറിലും ഞങ്ങൾ നാട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും കേട്ടോ. ഉപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു ഇങ്ങോട്ട് പോകായിരുന്നു, ഇതിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ 2 മാസമായിട്ട് തള്ളി നീക്കലാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം അൽഹംദുലില്ലാ ഇക്കാൻ്റെ ഉപ്പച്ചിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ മക്കൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടും പിന്നെ ഇനിയിപ്പോൾ എവിടെയും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഉപ്പച്ചി കൂടെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു സ്വർഗ്ഗമല്ലേ. ഇനിയിപ്പോൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇക്ക് വരുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് ലീവ് ഉണ്ട്. സാധാരണ ഇക്ക ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ടെങ്കിലും ലീവ് വളരെ കുറവായിരിക്കും. 20 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ പറഞ്ഞിട്ട് ആൾ വരുന്നേ ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം ലീവ് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ നാട്ടിൽ പോവുകയാണെന്നുള്ളൊരു സങ്കടമൊന്നുമില്ല കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. കാരണം ഇവിടെ ആകുമ്പോൾ ഇക്കാക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്ക എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷെ നാട്ടിലാവുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഇക്ക ഫുൾ ഫ്രീ അല്ലേ. പിന്നെ എനിക്ക് പൊതുവെ കൂടുതൽ ഇഷ്ടം നാട്ടിൽ നിൽക്കാനാണ് കേട്ടോ. ഇക്കാക്ക് ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നാട്ടിൽ വരാനാണ് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറയുക. ഇവിടെ വന്ന് നിൽക്കണേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ വീട്ടിൽ ഇക്കാൻ്റെ കൂടെ അങ്ങനെ നിൽക്കാനാണ് കേട്ടോ.
ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഇവിടെ അല്ലേ നല്ലത്, ഖത്തറിലെ ലൈഫല്ല അടിപൊളി, അതല്ലേ ഏറ്റവും രസം എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടിപൊളി ലൈഫ് തോന്നിയിട്ടുള്ളത് നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. ആ വീട് കാണുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര സന്തോഷമാണ്. നൈഷുകുട്ടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടം വിട്ടു പോണിയിൽ ഭയങ്കര സങ്കടമുള്ളത്. അനുവിനും സോനുവിനൊക്കെ നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. അവിടുന്ന് ഉപ്പപ്പാനും ഉമ്മമാനും അഫിമണീനെയും ഒക്കെ കാണാൻ ഭയങ്കര പൂതിയിലാണ് കേട്ടുള്ളത്. നൈഷുകുട്ടിയാണ് ഇവിടെ ഖത്തർ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ആളും. കാരണം അവൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ചൊരുങ്ങി ഇക്കാൻ്റെ കൂടെ കടയിൽ പോകും. പിന്നെ കടയിലുള്ള എല്ലാവരുമായിട്ട് ആൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പിന്നെ അവരൊക്കെ അവൾക്ക് എപ്പോഴും മിഠായും ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പോരാത്തതിന് കടയിൽ വരുന്ന കസ്റ്റമേഴ്സും അവൾക്ക് എപ്പോഴും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഖത്തർ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നൈഷുക്കുട്ടിയാണ്. ഓൾക്ക് ഇവിടുന്ന് പോരാൻ ഒട്ടും മനസ്സുമില്ല കേട്ടോ. രാത്രി ആയാലും ഇങ്ങനെ പറയും, ഉമ്മച്ചി ഇനിയിപ്പോൾ നമ്മൾ പോകാനായോ, ഞാൻ പോരുന്നില്ല, ഞാനിവിടെ നിന്നാലോ ഉപ്പച്ചിൻ്റെ കൂടെ. അപ്പോൾ ഉപ്പച്ചിയും പോരുകയാണ് ഞങ്ങളെ കൂടെ, നമ്മൾ നാട്ടിലേക്ക് പോവുകയല്ലേ ഉപ്പച്ചിയും പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഓളെന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാലോ എന്നുള്ള ഒരു ഇതിലാട്ടോ നൈഷുള്ളത്. അവൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടാണ് പിടിച്ചിക്കണ്. അങ്ങനെ കത്താറ സ്ട്രീറ്റ് മൊത്തം ചുറ്റിക്കറങ്ങി കണ്ണീനടക്കാണ്. ഇതാ ഇവിടെ എക്സിബിഷൻ നടക്കുകയാണ് കേട്ടോ. ഇവിടെ പഴയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും നാണയങ്ങളും അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. അതിൻ്റെയൊക്കെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ കയറി നമ്മൾ അതൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്തു. ഇവിടെ കയറിയപ്പം തൊട്ട് ഇവിടെയുള്ള ഒരു വസ്തുവിലും സോറ്റി മര്യാദക്ക് തൊടാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതെങ്ങാനും വീണ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഉമ്മച്ചി ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഓന് ഇനി മക്കളൊന്നും കഴിയുമ്പോൾ തൊടാൻ അയക്കാണ്ട് ഒപ്പം നടക്കുന്നുണ്ട് കേട്ടോ. അനുക്കുട്ടി പിന്നെ അവിടെ മൊത്തം ഓടി നടന്ന് എല്ലാതും അവളുടെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അനുക്കുട്ടിയാണ് പിന്നെ കൂട്ടത്തിൽ ഈ വ്ളോഗിങ്ങിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആള്. അങ്ങനെ അതിനകത്തുള്ളത് മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനൊക്കെ എന്താ പേര് പറയാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്നാണെങ്കിലും ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനും. അതുപോലെ മൊത്തത്തിൽ നല്ലൊരു ഫീലായിരുന്നു. ഈ ഒരു ഏരിയ രാത്രിയിൽ വന്ന് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം മൊത്തത്തിലെ ലൈറ്റ്സും പിന്നെ കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഈ ഒരു ഡാൻസിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആദ്യം ഇവിടുന്ന് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ ഈ പെട്ടെന്നൊരു ഒരു മൊത്തത്തിലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഓണായിട്ട് ഈ വെള്ളത്തിൻ്റെ ഈ ഒരു പമ്പിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കുറേ സമയം അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുക. ഇവിടെ മൊത്തം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ എന്താ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു തണുപ്പ് എന്ന് ഞാൻ കണ്ടെടുത്ത് ചോദിച്ചപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും താഴേന്ന് ഇങ്ങനെ തണുപ്പ് AC വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ തണുപ്പ്, അതാണ് അവിടെ കൂടെ നടക്കുമ്പോൾ തന്നെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തം ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ പിന്നെ നൈഷുക്കുട്ടിക്ക് അവളുടെ ഫോട്ടോ എടുത്തത് ശരിയായില്ല, വീഡിയോ എടുത്തത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവളെ എങ്ങനെ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കാൻ നോക്കിയാലും അവൾക്ക് പറ്റൂല. നൈഷുക്കുട്ടി പിന്നെ അവിടെ പോയാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കൽ മസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്ന്
പിന്നെ പുറത്ത് വന്നപ്പോഴാണ് ഇതാ ഇവിടെ വലിയൊരു റോബോട്ടിനെ കണ്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ചോട്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ നൈഷുക്കുട്ടിൻ്റെ പരാതിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു റെഡ് കളറിലൊരു ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. സോൻറ്റി ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കയറണം, അവിടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ ഹോട്ട് വീൽസിൻ്റെ കാറിൻ്റെ കളക്ഷന് ഭയങ്കര പ്രാന്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവനതിൽ കാറും കാര്യങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടക്ക് അനു നൈഷു ഉപ്പച്ചിനെ മെല്ലെ പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്തോ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ കത്താറം മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ള ഡോക്ടർ കൂളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾക്കൊക്കെ നാടൻ ഐറ്റംസ് മതി എന്ന് പറഞ്ഞിട്ട് സോനുട്ടി ബീഫും കപ്പയും എടുത്തിട്ടുണ്ട്. ഞാൻ കൊത്തുപൊറാട്ടയാണ് കേട്ടോ എടുത്തത്. അനും നൈഷും ഇടിയപ്പവും പൊറോട്ടയും മീൻകറിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൊത്തുപൊറാട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നൈഷുകുട്ടി പിന്നെ ഫുഡൊക്കെ കണ്ട പാടത്തന്നെ അവൾക്ക് വയറുവേദനിക്കണമെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം മാത്രം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ ഭാവമൊക്കെ മാറി, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രൈഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല.